بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇൽമിൻ്റെ മജ്ലിസിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ആഖിറത്തിൽ അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറിയ സമയം കൊണ്ട് നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഖിയാമുൽ ലൈലിനെ സംബന്ധിച്ചാണ്. അതിൻ്റെ ഫളായിലുകളോ മറ്റുള്ള ശ്രേഷ്ഠതകളോ പറയുന്നില്ല, അതാവശ്യമില്ല ഈ സദസ്സിൽ എന്നുള്ളതുകൊണ്ടാണ്. അതുമായി ബന്ധപ്പെട്ട ചില മസാലകളും അതിൻ്റെ ഹുക്കുമുകളും പറഞ്ഞ് അവസാനിപ്പിക്കാം. ഖിയാമുൽ ലൈൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് രാത്രി നിസ്കാരം, ഖിയാമുൽ ലൈൽ, ഖിയാമു റമദാൻ, അതുപോലെ തന്നെ വിത്ർ, ഇതൊക്കെ എന്താണ്? ഒരു നിസ്കാരമാണ്. ഇതെല്ലാം ഒരു നിസ്കാരമാണ്. അതിൻ്റെ സമയം മാറുന്നതിനനുസരിച്ച് അതിൻ്റെ പേരും മാറുന്നു. രാത്രി നിസ്കരിക്കുമ്പം ഖിയാമുൽ ലൈൽ എന്ന് പേര്, റമദാനിലാകുമ്പോൾ അത് ഇശാക്ക് ശേഷം എന്ത് ചെയ്യും? രാത്രിയുടെ ആദ്യ ഭാഗത്ത് നിസ്കരിക്കുമ്പം തറാവീഹ് എന്ന് പേര്, പിന്നെ അവസാനം ഒറ്റയാക്കുമ്പം വിത്ർ എന്ന് പേര്. അപ്പം ഈ മൂന്ന് നിസ്കാരം എന്താണ്? ഒന്നാണ്. ഖിയാമുൽ ലൈലിൻ്റെ സമയം, ഏത് സമയത്താണ് ഖിയാമുൽ ലൈൽ നിസ്കരിക്കേണ്ടത്? മൂന്ന് സമയങ്ങളാണുള്ളത്. ഒന്ന് രാത്രിയുടെ ആദ്യ ഭാഗം, രണ്ട് രാത്രിയുടെ മധ്യഭാഗം, മൂന്ന് രാത്രിയുടെ അവസാന ഭാഗം. ഏറ്റവും അഫ്ദലായ സമയം രാത്രിയുടെ അവസാന ഭാഗമാണ്. ഇപ്പോൾ നമുക്ക് മസ്ലായിട്ട് വരുന്നത് തറാവീഹ് നിസ്കാരം. നമുക്ക് നോമ്പലാണ്, റമദാനാണല്ലോ വരുന്നത്. അപ്പോൾ റമദാനിൽ രാത്രിയുടെ ആദ്യ ഭാഗത്ത് നിസ്കരിക്കുമ്പോഴാണ് അതിന് തറാവീഹ് എന്ന് പേര് പറയുക. തറാവീഹ് എന്ന് പേര് വരാൻ കാരണം അവരെന്ത് ചെയ്യും? സഹാബാക്കൾ 4 റക്അത്ത് നിസ്കരിച്ച് പിന്നെ കുറച്ച് വിശ്രമിക്കും, ഇസ്തിറാഹത്ത്, വിശ്രമിക്കും. ആ വിശ്രമം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ബാക്കി നിസ്കരിക്കുക. അങ്ങനെ ആ ഇടയിൽ വിശ്രമിക്കുന്നത് കൊണ്ടാണ് തറാവീഹ് എന്ന് പേര് വന്നത്. കാരണം എല്ലാ നിസ്കാരം എന്താണ്? ഒന്നാണ്. ഇനി തറാവീഹ് നിസ്കാരത്തിനെ സംബന്ധിച്ച് വന്ന ഹദീസ്, ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടു, കൈഫ കാനത് സ്വലാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി റമദാൻ, റമദാനിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നിസ്കാരം എങ്ങനെയായിരുന്നു? ഇപ്പോൾ ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മാ കാന യസീദു ഫി റമദാന വലാ ഫി ഗൈരിഹി അലാ 11 റക്അഅത. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലും റമദാൻ അല്ലാത്ത സമയത്തും 11 റക്അത്തിൽ കൂടുതൽ അധികരിപ്പിച്ചിട്ടില്ല. അതാണ് ഒരു ഹദീസ്. ഇതിൻ്റെ രൂപം ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, യുസല്ലി അർബഅൻ, ആദ്യം 4 നിസ്കരിക്കും, ഫലാ തസ്അൽ അൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന, ആ 4 റക്അത്തിന്റെ ഭംഗിയെയും ദൈർഘ്യത്തെ സംബന്ധിച്ചും നീ ചോദിക്കണ്ട, അത്രയുണ്ട് അതിന്. സുമ്മ യുസല്ലി അർബഅൻ, പിന്നെ 4 നിസ്കരിക്കും, ഫലാ തസ്അൽ അൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന, അതിൻ്റെ ഭംഗിയെയും ദൈർഘ്യത്തെ സംബന്ധിച്ച് നീ ചോദിക്കണ്ട. സുമ്മ യുസല്ലി സലാസ, പിന്നെ 3 റക്അത്ത് വിത്ർ നിസ്കരിച്ച് നിസ്കാരം അവസാനിപ്പിക്കും. ഇതായിരുന്നു റസൂലിൻ്റെ രീതി. ഇവിടെ നമ്മൾ ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും. ആദ്യം 4 റക്അത്ത് നിസ്കരിക്കും, പിന്നെ വിശ്രമിക്കും, പിന്നെ 4. ആ 4 ഒറ്റയടിക്ക് ളുഹൂറും അസ്റും നിസ്കരിക്കുന്നത് പോലെയാണോ? അല്ല. മറിച്ച് എന്തായിരുന്നു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 2 നിസ്കരിച്ചത്. ആദ്യം 2 സലാം വീട്ടി, പിന്നെ 2, ആ 4 കഴിഞ്ഞ് കുറച്ച് വിശ്രമം, പിന്നെ അടുത്ത 4, ഈ 2 റക്അത്തായിട്ട്. കാരണം ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന വേറൊരു ഹദീസ്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി മിനൽ ലൈലി 11 റക്അഅ, റസൂൽ രാത്രിയിൽ 11 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു. യൂതിറു മിൻഹാ ബിവാഹിദത്തിൻ, അതിൽ അവസാനം 1 കൊണ്ട് ഒറ്റയാക്കുമായിരുന്നു. വഫി ലഫ്ലിൻ, വേറെ ലഫ്ലിലുണ്ട്, യുസല്ലിമു ബൈന കുല്ലി റക്അത്തൈനി. അപ്പം നേരത്തെ പറഞ്ഞ ഹദീസിൻ്റെ തഫ്സീർ ഈ ഹദീസ് കിട്ടി. യുസല്ലിമു ബൈന കുല്ലി റക്അത്തൈൻ, ഓരോ 2 റക്അത്ത് കഴിയുമ്പോൾ റസൂൽ സലാം വീട്ടുമായിരുന്നു. അവസാനം വയൂതിറു ബിവാഹിദത്തിൻ, 1 റക്അത്തിൽ വിത്ർ പൂർത്തിയാക്കുമായിരുന്നു. വേറെ ഹദീസ്, സ്വലാത്തുൽ ലൈലി മസ്ന മസ്ന, രാത്രിയുള്ള നിസ്കാരം നിസ്കരിക്കേണ്ടത് ഈ 2 റക്അത്താണ്. അപ്പോൾ ഈ ഹദീസുകളൊക്കെ വെച്ചാൽ എന്താവും? റസൂൽ ഈ 2 റക്അത്തായിരുന്നു നിസ്കരിച്ചത് എന്ന് കിട്ടും. അപ്പം റസൂലത്തെ നിസ്കരിച്ചത് 11 റക്അത്ത്, അതും ഈ 2 നിസ്കരിച്ചു, അവസാനം 1 റക്അത്ത് നിസ്കരിച്ച് വിത്രാക്കി. ഇനി തറാവീൻ്റെ ഹുക്കുമ്. തറാവി നിസ്കാരത്തിൻ്റെ ഹുക്കുമ് സുന്നത്തുൻ മുഅക്കദ. കാരണം അത് ആദ്യമായിട്ട് നിസ്കരിച്ചത് റസൂലാണ്, സഹാബത്തിന് കാണിച്ചു കൊടുത്തതും റസൂലാണ്. അത് ദീർഘമായ ഒരു ഹദീസ്, അബൂ ദർദിൻ റളിയല്ലാഹു അൻഹു സഹാബി ഉദ്ധരിക്കുന്ന ഹദീസാണ്. സുംന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാന ഫലം യകും ബിനാ ശൈഅൻ മിന അശ്ശഹരി ഹത്താ ബഖിയ 7 മിന അശ്ശഹർ. നമ്മൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ റമദാനിൽ നോമ്പനുഷ്ഠിച്ചു. അങ്ങനെ അവസാനത്തെ 7 ദിവസം ബാക്കിയാകുമ്പോൾ, അഥവാ 23-ാമത്തെ ദിവസം,
അതുവരെ റസൂൽ ഒന്നും നിസ്കരിച്ചില്ല. റസൂലിൻ്റെ ഇബാദത്തുകളൊക്കെ ഒറ്റക്കായിരുന്നു. അവസാനം 7 ദിവസം ബാക്കിയാകുമ്പോൾ ഫഖാമ ബിനാ ഹത്താ ദഹബ സുലുസുൽ ലൈലി, റസൂൽ നമ്മളെയും കൂട്ടി തറാവീഹ് ജമാഅത്തായിട്ട് നിസ്കരിച്ചു. എപ്പോൾ? റമദാൻ 23-ൻ്റെ അന്ന്. ഏതുവരെ? ഇലാ സുലുസിൽ ലൈലി, രാത്രിയുടെ 1/3 ഭാഗം മുഴുവൻ അല്ലാതെ റസൂൽ നിസ്കരിച്ചു. ഫലമ്മ കാനത്തി സാദിസ, അടുത്ത ദിവസം 6 ദിവസം ബാക്കിയാവും, അഥവാ റമദാൻ 24-ൻ്റെ അന്ന്. ലം യഖും ബിനാ, റസൂൽ എന്ത് ചെയ്തില്ല? പള്ളിയിലേക്ക് വന്നില്ല, സഹാബക്കളുമായിട്ട് ജമാഅത്തായിട്ട് നിസ്കരിച്ചതുമില്ല. ഫലമ്മ കാനത്തിൽ ഖാമിസ, 5 ദിവസം ബാക്കിയാവും, അഥവാ റമദാൻ 25, റസൂൽ എന്ത് ചെയ്തു? ഖാമ ബിനാ ഹത്താ ദഹബ ശത്റുൽ ലൈലി, റസൂൽ നമ്മളെ കൊണ്ട് ഇമാമായിട്ട് നിസ്കരിച്ചു രാത്രിയുടെ പകുതി വരെ, ആരംഭിച്ചിട്ട് രാത്രിയുടെ പകുതി വരെ. ഫഖുൽതു യാ റസൂലല്ലാഹ് ലൗ തനഫൽനാ ഖിയാമ ഹാദിഹിൽ ലൈല, അപ്പം അബൂദർ റളിയല്ലാഹു പറഞ്ഞു, ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലെ, ഈ രാത്രി മുഴുവനും നിസ്കരിക്കുകയാണെങ്കിൽ നല്ലതാവുമായിരുന്നു. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇന്ന റജുല ഇദാ സ്വല്ല മഅൽ ഇമാമി ഹത്താ യൻസരിഫ ഹുസിബ ലഹു ഖിയാമു ലൈലത്തിൻ, ഒരാൾ തൻ്റെ ഇമാമിൻ്റെ കൂടെ ഖിയാമുൽ ലൈൽ തറാവീഹ് നിസ്കരിച്ചു, ആ ഇമാമ് നിസ്കാരം അവസാനിപ്പിക്കുന്നത് വരെ ഇമാമിൻ്റെ കൂടെ നിസ്കരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രി മുഴുവൻ നിസ്കരിച്ചതിൻ്റെ പ്രതിഫലം അവന് രേഖപ്പെടുത്തും. അപ്പോൾ ആ ഹദീസിൻ്റെ ഇത് മനസ്സിലായില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് സന്ദർഭത്തിലാണ് ആ ഹദീസ് പറഞ്ഞത് എന്ന്. സഹാബാക്കൾ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അങ്ങനെ വേണ്ട, ഒരു ഇമാമിൻ്റെ കൂടെ മുഴുവനായിട്ട് നിങ്ങൾ നിസ്കരിച്ചാൽ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചതിൻ്റെ പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തും. ഫലമ്മ കാനത്തി റാബിഅ, അഥവാ റമദാൻ 26-ന്. ലം യഖും ഫലമ്മ കാനത്തി സാലിസ, റസൂൽ ചെയ്തിട്ടില്ല, റമദാൻ 26-ന് നിസ്കരിച്ചില്ല. അവസാനം റമദാൻ 27-ആയപ്പോൾ ജമഅ അഹ്ലഹു വ നിസാഅഹു വന്നാസ, റസൂൽ കുടുംബക്കാരെയും ഭാര്യമാരെയും സഹാബാക്കളെയും എല്ലാം പള്ളിയിൽ ഒരുമിച്ച് കൂട്ടി. ഫഖാമ ബിനാ, നമ്മളെയും കൂട്ടി റസൂൽ നിസ്കരിച്ചു. ഹത്താ ഖശീന അൻ യഫൂതന അൽ ഫലാഹു, നമുക്ക് അത്താഴം കഴിക്കുന്ന സമയം നഷ്ടപ്പെടുമോ എന്ന് പേടിക്കുന്നത് വരെ, അഥവാ രാത്രിയുടെ അവസാന ഭാഗം വരെ റസൂൽ നമ്മളെയും കൂട്ടി നിസ്കരിച്ചു. പിന്നെ സുമ്മ ലം യഖും ബഖിയത ശഹരി, പിന്നെയുള്ള 3 ദിവസം റസൂൽ ജമാഅത്തായിട്ട് നിസ്കരിച്ചില്ല. ഇതാണ് റസൂലിൻ്റെ തറാവീഹ് ജമാഅത്തായി നിസ്കരിച്ച ഹദീസ്. അപ്പം തറാവീഹ് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ എന്തായി? ഈ ഹദീസിൽ നിന്നും തെളിവ് കിട്ടി. അതുപോലെ തന്നെ അത് ദീർഘിപ്പിക്കുകയും ചെയ്യാം, രാത്രിയുടെ ആദ്യ സമയത്ത് തന്നെ അത് ആരംഭിക്കുകയും ചെയ്യാം. പിന്നെ റസൂൽ വന്നില്ല, സഹാബാക്കൾ ആ 3 ദിവസവും കാത്തിരുന്നു. പിന്നെ അവസാനം റസൂൽ എന്ത് ചെയ്തു? സുബഹി നമസ്കാരത്തിന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. അങ്ങനെ സുബഹി നിസ്കാരം കഴിഞ്ഞു, ഫജ്ർ നിസ്കാരം കഴിഞ്ഞു. ശേഷം സഹാബാക്കളോട് പറഞ്ഞു, ഫഇന്നഹു ലം യഖ്ഫ അലയ്യ ശഅ്നുക്കും, നിങ്ങളിങ്ങനെ പള്ളിയിൽ ഒരുമിച്ച് കൂടി എന്നെ കാത്തിരുന്ന കാര്യം ഞാൻ അറിയാതെ പോയിട്ടില്ല, എനിക്കറിയാം നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ വലാകിന്നി ഖശീതു അൻ തുഫ്റദ അലൈക്കും സ്വലാത്തുൽ ലൈലി, രാത്രി നിസ്കാരം നിങ്ങൾക്ക് ഫർളാകുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ പിന്നെ വരാതിരുന്നത്. സഹാബാക്കളുടെ ആവേശം കണ്ടപ്പോൾ റസൂലിന് പേടി, ഈ ആവേശത്തിൽ നിസ്കരിച്ച് അള്ളാഹു സലാത്തുൽ ലൈലി ഫർളാക്കുമോ എന്ന പേടി കാരണമാണ് പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമത്ത് നിൽക്കാതിരുന്നത്. ഫതഅജിസു അൻഹ, അങ്ങനെ ഫർളാക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരുമെന്ന് ഞാൻ പേടിച്ചു. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിലൂടെ എന്തായി? ആ പേടി നീങ്ങി. കാരണം അല്ലാഹുവിൻ്റെ റസൂലിന് ശേഷം എന്തില്ല? വഹിയില്ല, തശ്രീഅ മാറ്റൂല, തശ്രീഇല്ല, പുതിയ തശ്രീഅ ഉണ്ടാവില്ല. അതുകൊണ്ട് റസൂൽ വഫാത്താകുമ്പോൾ സുന്നത്തായത് ഖിയാമത്ത് നാളുടെ സുന്നത്താണ്. റസൂൽ വഫാത്താകുമ്പോൾ ഫർളായത് ഖിയാമത്ത് നാൾ വരെ ഫർളാണ്. ആ പേടി നീങ്ങി. പിന്നീട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം, അബ്ദുല്ലാഹ് ബിൻ ഉമർ പറയാണ്, ഞാനും ഉമർ റളിയല്ലാഹു അൻഹു ഒരു റമദാനിൽ പള്ളിയിലേക്ക് പ്രവേശിച്ചു. അപ്പം ജനങ്ങളൊക്കെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിസ്കരിക്കുകയാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഇന്നി അറ ലൗ ജമഅതു അലാ ഹഉലാഇ അലാ ഖാരിഇൻ വാഹിദിൻ ലകാന അംസൽ, ഈ ആൾക്കാരൊക്കെ ഒരു ഇമാമിൻ്റെ പിറകിൽ നിർത്തി ജമാഅത്തായിട്ട് നിസ്കരിപ്പിക്കുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ثم عزم فجمعهم على أبي بن كعب رضي الله عنه, പിന്നെ ഉമർ എന്ത് ചെയ്തു? സഹാബാക്കളൊക്കെ ഒരുമിച്ച് കൂട്ടി ഇമാമായിട്ട് ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹുവിനെ നിശ്ചയിച്ചു. അങ്ങനെയാണ് പിന്നീട് സ്വലാത്തു തറാവീഹിൻ്റെ ജമാഅത്ത് ആരംഭിക്കുന്നത്. അതെന്തല്ല, ഒരു ബിദ്അത്തല്ല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ ഒഴിവാക്കിയത് എന്തുകൊണ്ടാണ്? ഫർളാകുന്ന പേടി കാരണമാണ്. റസൂലിൻ്റെ വഫാത്തോടു കൂടി ആ ഇല്ലത്ത്, ആ കാരണം നീങ്ങിയിരിക്കുന്നു. പിന്നീട് ഉമർ അള്ളാഹു അതെന്ത് ചെയ്തു? സ്ഥിരമാക്കി. അവിടെ ഇമാമായിട്ട് നിശ്ചയിച്ചത് ആരാണ്? ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു. സഹാബിയുടെ പ്രത്യേകത എന്താ? ഹാഫിദുൽ ഖുർആൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയമാകുമ്പോഴേക്കും ഖുർആൻ മുഴുവനും ഹിഫ്ളാക്കിയ സഹാബിയായിരുന്നു ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു. റസൂൽ പ്രത്യേകം സഹാബാക്കളോട് പറയുകയും ചെയ്യുമായിരുന്നു, ഉബയ്യ് ബിൻ കഅബിൻ്റെ ഖുർആൻ നിങ്ങൾ കേട്ട് പഠിക്കണമെന്ന്. അതാണ് ജമാഅത്തിന്. ഞാൻ ഇത് പ്രത്യേകം പറയാൻ കാരണം, ഈ മസല പ്രത്യേകം പറയാൻ കാരണം, നമ്മുടെ നാട്ടിൽ ചില ഫിത്നക്കാരുണ്ട്. ഇതില്ല, സ്വലാത്തു തറാവീഹിന് ജമാഅത്തില്ല, റസൂൽ ജമാഅത്ത് ഒഴിവാക്കിയിട്ട്, അപ്പോൾ ജമാഅത്ത് വേണ്ട, വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് നിസ്കരിക്കണം, അതാണ് അഫ്ളൽ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഈ മസല പ്രത്യേകം ഓർമ്മപ്പെടുത്തിയത്. അടുത്തത് സ്വലാത്തു തറാവീഹിൻ്റെ റക്അത്തുകളുടെ എണ്ണം. ആദ്യം മനസ്സിലാക്കേണ്ടത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
സലാത്തു തറാവി അഥവാ ഖിയാമുൽ ലൈലിന് നിശ്ചിത എണ്ണം സ്ഥിരപ്പെടുത്തിയിട്ടില്ല. ഒരു ഹദീത്ത് നേരത്തെ പറഞ്ഞ ഹദീത്ത് തന്നെയാണ്. സലാത്തുൽ ലൈലി മസ്ന മസ്ന, രാത്രി നിസ്കാരം ഈ 2 റക്അത്താണ്. فإذا خشي أحدكم الصبح صلى ركعة واحدا توتر له قد ما صلى. നിങ്ങളെന്ത് ചെയ്യുക? രാത്രി നിസ്കാരം ഈ 2 റക്അത്ത് നിസ്കരിക്കുക. ഇനി സുബ്ഹ് ആകുമെന്ന് പേടിച്ചാൽ അഥവാ അവസാന സമയം സുബ്ഹിൻ്റെ സമയമായാൽ 1 റക്അത്ത് നിസ്കരിച്ച് നിങ്ങൾ അതിനെന്ത് ചെയ്യാം? വിത്റിൽ അവസാനിപ്പിക്കാം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഈ ഹദീത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തില്ല? സ്വലാത്തുൽ ലൈലിന് ഖിയാമുൽ ലൈലിന് നിശ്ചിത എണ്ണം ഇല്ല. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര നിസ്കരിച്ചു? 11 അതുപോലെ തന്നെ 13 റക്അത്തുകൾ നിസ്കരിച്ചതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പം പണ്ഡിതന്മാർ പറഞ്ഞു, സലഫി പണ്ഡിതന്മാർ, ഏറ്റവും അഫ്ലൽ വൽ ഔല, ഏറ്റവും നല്ലത് എന്താണ്? 11 റക്അത്തും അല്ലെങ്കിൽ 13 റക്അത്തുമാണ്. അതിനപ്പുറം എത്രയും എന്ത് ചെയ്യാം? നിസ്കരിക്കാം. പക്ഷേ ഏറ്റവും അഫ്ലൽ ഏതാണ്? 11ഉം 13ഉമാണ്. കാരണം ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാ കാന റസൂലുള്ളാഹി യസീദു ഫി റമളാന വലാ ഫി ഗൈരിഹി ഇല്ലാ അലാ 11 റക്അ, 11ൽ കൂടുതൽ അല്ലാതെ റസൂൽ നിസ്കരിച്ചിരുന്നില്ല. ഇബ്നു അബ്ബാസ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി മിനൽ ലൈലി 13 റക്അതൻ. ഇബ്നു അബ്ബാസ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായിരുന്നു? രാത്രി 13 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു. മറ്റേ ഹദീസ് ഉണ്ടല്ലോ, ഏത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം ആരംഭിച്ചു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് വന്നിട്ട് റസൂലിൻ്റെ ഇടത് ഭാഗത്ത് നിന്നു, റസൂൽ പിടിച്ച് വലത് ഭാഗത്തേക്ക്, ആ ഹദീസിൻ്റെ ലാസ്റ്റ് ഭാഗമാണ്, അതാണ് ഹദീസ്. അന്ന് റസൂൽ നിസ്കരിച്ച എങ്ങനെയാണ്? 13 റക്അത്തായിരുന്നു. അഥവാ റമദാനിലും റമദാൻ അല്ലാത്ത സമയത്തും. അപ്പോൾ ഈ 2 ഹദീസാണ് സ്ഥിരപ്പെട്ടിട്ടുള്ളത് റസൂൽ നിസ്കരിച്ചതായിട്ട്. അപ്പം 11 നിസ്കരിക്കാം, 13 നിസ്കരിക്കാം, നിശ്ചിത എണ്ണം ഇല്ല. ഇനി നമ്മൾ വേറെ മസല, നമ്മൾ സമസ്തക്കാരെ എതിർക്കുന്നു. എന്തിനാണ് എതിർക്കുന്നത്? 23 റക്അത്ത് നിസ്കരിക്കുന്നതുകൊണ്ടാണോ? അല്ല, മറിച്ച് എന്താണ്? 23 സുന്നത്ത്, 11 ബിദഅത്താണ് എന്ന വാദത്തെയാണ് നമ്മൾ എതിർക്കുന്നത്. അപ്പോൾ ആ മസലയുടെ പോയിന്റ് മനസ്സിലാക്കണം. നമ്മൾ സമസ്തക്കാരെ എതിർക്കുന്ന എന്താണ്? 23 സുന്നത്ത്, 11 ബിദഅത്താണ് എന്ന് പറയുന്ന വാദത്തിലാണ് എതിർക്കുന്നത്. അല്ലാതെ അവർ നിസ്കരിക്കുന്ന 23 റക്അത്തിനോട് എന്തില്ല? എതിർക്കുന്നില്ല. ആ വാദത്തെയാണ് നമ്മൾ എതിർക്കുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. അടുത്തത് വിത്ർ, ഖിയാമുൽ ലൈൽ, ഖിയാമു റമദാൻ, ഇനി വിത്ർ. നേരത്തെ പറഞ്ഞു എന്താണ്? ഖിയാമുൽ ലൈലിനാണ് വിത്ർ. അതിൻ്റെ അവസാനം ഒന്നാക്കുമ്പോൾ എന്ത് ചെയ്യും? അതിന് വിത്ർ എന്ന് പേര് വരും. വിത്ർ നിസ്കാരത്തിന് വ്യത്യസ്തമായ രൂപങ്ങളുണ്ട്. 9ഓളം രൂപത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിത്ർ നിസ്കരിച്ചിട്ടുണ്ട്. അത് ചുരുക്കി പറയാം, ഹദീത്തൊന്നും ദീർഘമായിട്ട് പറയുന്നില്ല. ഒന്ന്, 11 റക്അത്ത് റസൂൽ നിസ്കരിച്ചു, അതിൻ്റെ അവസാനം 2 റക്അത്ത് നിസ്കരിച്ചു, അവസാനം 1 റക്അത്ത് നിസ്കരിച്ചിട്ട് വിത്റാക്കി. രണ്ടാമത്തത് 13 റക്അത്ത് നിസ്കരിച്ചു, ഈ 2 റക്അത്ത് 12 റക്അത്ത് നിസ്കരിച്ചു, അവസാനം 1 റക്അത്ത് നിസ്കരിച്ചിട്ട് 13 പൂർത്തിയാക്കി. മൂന്നാമത്തത് 13 റക്അത്ത് നിസ്കരിച്ചു, രണ്ടാമതുപോലെ തന്നെ 13 റക്അത്ത് നിസ്കരിച്ചു, അവസാനത്തെ 5 റക്അത്ത് ഒന്നിച്ച് നിസ്കരിച്ചു. വ്യത്യാസം മനസ്സിലാക്കണം. 13 റക്അത്ത് നിസ്കരിച്ചു, അവസാനത്തെ 5 ഒന്നിച്ച് നിസ്കരിച്ചു. അതിൻ്റെ ഇടയിൽ എന്തില്ല? തശഹുദില്ല. 4 റക്അത്ത് നിസ്കരിച്ചു, 5ാമത്തെ റക്അത്തിൽ തശഹുദിരുന്ന് സലാം വീട്ടി. അതാണ് മൂന്നാമത്തെ രീതി. നാലാമത്തത് 9 റക്അത്ത് നിസ്കരിച്ചു, അതിൽ 8ാമത്തെ റക്അത്തിൽ തശഹുദിനിരുന്നു, പിന്നെ 9ാമത്തെ റക്അത്തിൽ സലാം വീട്ടി. അങ്ങനെയുണ്ട്. 5ാമത്തത് 7 റക്അത്ത് നിസ്കരിച്ചു, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വയസ്സായ സമയം, അവസാന കാലഘട്ടത്തിൽ നിസ്കരിച്ചതാണ് 7 റക്അത്ത്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, റസൂലിന് വയസ്സായി, ശരീരഭാഗം കുറച്ച് തടിച്ചു. അപ്പോൾ റസൂലിന് പ്രയാസമായി, രാത്രി ഖിയാമുൽ ലൈൽ കുറച്ച് പ്രയാസമായി. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 7 റക്അത്ത് നിസ്കരിച്ചു. വേറൊന്ന് 5 റക്അത്ത്. ആ 5 റക്അത്തിൻ്റെ അവസാനം എന്ത് ചെയ്തു? സലാം. 5 റക്അത്ത് ഒന്നായിട്ട് നിസ്കരിച്ചു, അവസാനം സലാം വിട്ടി. അടുത്തത് 3 റക്അത്ത് നിസ്കരിച്ചു, ആദ്യം 2 പിന്നെ 1. വേറൊന്ന് 3 റക്അത്ത് നിസ്കരിച്ചു, എല്ലാം എന്ത് ചെയ്തു? ഒറ്റ സലാമിന്, 2 സലാമില്ല, തശഹുദും ഇല്ല, സലാമും ഇല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നിസ്കാരം, വിത്ർ നിസ്കാരം മഗ്രിബിനോട് സദൃശ്യമാകുന്നതിന് അല്ലാഹുവിൻ്റെ റസൂൽ നിരോധിച്ചിട്ടുണ്ടെന്ന് അബൂ ഹുറൈറ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അപ്പം 3 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കുന്ന ആൾ എങ്ങനെ നിസ്കരിക്കണം? തശഹുദിന് ഇരിക്കാൻ, 2ാമത്തെ റക്അത്തിൽ തശഹുദിന് ഇരിക്കാതെ 3ാമത്തെ റക്അത്തിൽ ഇരിക്കണം. അതാണ് അതിൻ്റെ രീതി, അതാണ് സുന്നത്തായ രീതി. പക്ഷേ പണ്ഡിതന്മാർ പിന്നെ റസൂൽ എന്ത് ചെയ്തു? 1 റക്അത്ത് നിസ്കരിക്കാൻ പറഞ്ഞു. അൽ വിത്റു റക്അത്തുൻ വാഹിദ, 1 റക്അത്ത് നിസ്കരിക്കാം. അങ്ങനെ കുറേ രൂപങ്ങളുണ്ട്. ഇത് ഏറ്റവും അഫ്ളലായ രൂപം ഏതാണ്? 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി പിന്നെ 1 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു രീതിയായിരുന്നു അധികമായും ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെ വിത്റിൻ്റെ രൂപങ്ങളാണ്. അതുപോലെ തന്നെ വിത്റിലെ ഖുനൂത്തും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിത്റിൽ ഖുനൂത്ത് ഓതാനായിട്ട് ഹസൻ റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ച ദുആ, അല്ലാഹുമ്മ ഹദിനി ഫിമൻ ഹദൈത എന്ന ദുആ, അതും സ്ഥിരപ്പെട്ട് വന്നത്, വിത്റിലെ ഖുനൂത്തും സ്ഥിരപ്പെട്ട് വന്നതാണ്. പക്ഷേ പണ്ഡിതന്മാർക്കിടയിൽ ഇഖ്തിലാഫുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് റുക്കുവിൻ്റെ മുമ്പാണോ അല്ല റുക്കുവിന് ശേഷമാണോ ഖുനൂത്ത് ഓതേണ്ടത് എന്ന വിഷയത്തിൽ
അഭിപ്രായ വ്യത്യാസങ്ങൾ, രണ്ടും റാജിഹാക്കിയ പണ്ഡിതന്മാരുണ്ട്. ഇതൊക്കെയാണ് ഖിയാം റമദാനുമായിട്ട് അതുപോലെ തന്നെ വിത്തറുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഹദീസുകൾ. പക്ഷേ ദീർഘിപ്പിക്കുന്നില്ല, നിർത്താണ്. അപ്പോൾ കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കി എവിടെയൊക്കെയാണ് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത്, അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ ഇഖ്തിലാഫിലായത് എന്നും വേർതിരിച്ച് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ പഠിക്കാനും അത് മനസ്സിലാക്കാനും നല്ല തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.